നമസ്കാരം. കേറ്ററ്റ് 3യുടെ 9ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇവിടെ ട്രിഗണോമെട്രിയിൽ നിന്നാണ് ഈ ചോദ്യം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് sec x പ്ലസ് tan x is equal to 2 ആയാൽ sec x മൈനസ് tan x എത്രയാണ്? അപ്പോൾ ബേസിക് ട്രിഗണോമെട്രിയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഐഡൻറ്റിറ്റീസ് ഉണ്ടല്ലോ. അതിലൊന്നാണ് സിക്സ് സ്ക്വയർ തീറ്റ സിക്സ് സ്ക്വയർഡ് എക്സ് മൈനസ് ടാൻ സ്ക്വയർഡ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നത്. അപ്പോൾ പൈതഗോറിയൻ ബന്ധങ്ങളിൽ നിന്നാണ് അത് രൂപം കൊള്ളുന്നത്. അതിൻ്റെ പ്രൂഫൊക്കെ അങ്ങനെയാണ് വരുന്നത്. സിക്സ് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതിന് നമുക്ക് സിക് എക്സ് മൈനസ് ടാൻ എക്സ് ഇൻറ്റു സിക് എക്സ് മൈനസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ സാധിക്കുമല്ലോ. അപ്പോൾ സിക് എക്സ് പ്ലസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഇതെത്രയാണ് നമുക്കറിയാം, 2 ആണ്. അപ്പോൾ സിക് എക്സ് മൈനസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2. ഇവിടെ 1/2 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചില ഐഡൻറ്റിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പോൾ സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ കൊസിക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആ കൂട്ടത്തിൽ അത് 3 ഒന്നിച്ചു വരുന്നതാണ്. ആ കൂട്ടത്തിൽ ഒരെണ്ണമാണ് സിക്സ് സ്ക്വയർഡ് എക്സ് മൈനസ് ടാൻ സ്ക്വയർഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നത്. അതിൻ്റെ ഒരു വളരെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്, അതിലേക്കുള്ള ഒരു എക്സ്പാൻഷനും സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെയാണ് ഈ പ്രോബ്ലം. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഇതാണ് എ റെക്ടാങ്കുലർ ഷീറ്റ് of paper with measures 22 centimeter and 28 centimeter. 22 centimeter 28 centimeter ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഷീറ്റ് രണ്ടും റോൾ ചെയ്തിട്ട് എന്താക്കുന്നു, സിലിണ്ടർ ആക്കുന്നു. ഓക്കെ, ഈച്ച് ഷീറ്റ് ഈസ് റോൾഡ് ഇൻ ടു എ സിലിണ്ടർ. അതിൽ ഒരെണ്ണത്തിന് ഹൈറ്റ് 12 ആണ്, 22 ആണ്, മറ്റേതിൻ്റെ ഹൈറ്റ് 28 ആണ്. അതായത് ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ 28 ലെങ്ത്തുള്ള വശം ബേസായിട്ട് ഇങ്ങനെ സർക്കിളായിട്ട് മടക്കുന്നു, ഇതുപോലെ. അപ്പോൾ 2 സിലിണ്ടറുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഷീറ്റ് മടക്കി ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ടാക്കി, മറ്റൊരു ഷീറ്റ് മടക്കി ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ 22 പെരിമീറ്റർ ആയിട്ടും ബേസ് സർക്കംഫറൻസ് 22 ആയിട്ടും ഹൈറ്റ് 28 ആയിട്ടും ഒരു സിലിണ്ടർ ഉണ്ടാകുന്നു. ബേസ് പെരിമീറ്റർ 28 ആയിട്ടും ഹൈറ്റ് 22 ആയിട്ടും അടുത്ത സിലിണ്ടർ ഉണ്ടാക്കുന്നു. അവയുടെ ഓളിയംസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദെയർ ഓളിയംസ്, ഇതാണ് നമ്മളുടെ ചിന്ത. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഡിയസ് ഉണ്ട് 6. ഇതിൻ്റെ റേഡിയസ് നമുക്ക് 6 എന്ന് തന്നെ കാണാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2πr എന്ന് പറയുന്നതാണ് 22. അപ്പം 2π അപ്പം ഇങ്ങനെ മനസ്സിലാക്കണ്ട, 2πr is equal to 22 ആണെങ്കിൽ 6 എന്ന് പറയുന്നത് 11/πയും ഇവിടെ 6 എന്ന് പറയുന്നത് എത്ര, 28 14/πയുമാണ്. ഇതുപോലെ തന്നെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 14/π എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെ ഓളിയം കണ്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യത്തിൻ്റെ ഓളിയം എന്തായിരിക്കും, ആദ്യത്തിൻ്റെ ഓളിയം π ×
14/pi into pi r square കണ്ടോ, pi r square into h ഒരെണ്ണത്തിൻ്റെ വോളിയം. അടുത്തതിൻ്റെ വോളിയം പൈ ഉണ്ടോ, അടുത്തതിൻ്റെ എത്രയാവും 11/pi ഇൻറ്റു 11/pi ഇൻറ്റു 14 എന്നായിരിക്കും. ഇവിടെ നമുക്ക് പൈയൊക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം ഓരോ കേസിലും. അപ്പോൾ ഈ 22ഉം ഇവിടെ ഈ പൈ എന്നുള്ളത് 22/7 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 14. കുറച്ചും കൂടി കൃത്യമായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അത് ആ പൈയുടെ വാല്യൂ 22/7 എന്നൊക്കെ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 14 × 14 × 7 മൈനസ് 11 × 14 × 7 എന്നായിരിക്കും കിട്ടുന്നത് സിംപ്ലിഫൈഡ് ഫോം. അത് നമുക്ക് 14 × 7 പുറത്തെടുത്താൽ ബാക്കി 14 - 11 ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 14 × 7 × 3 294 എന്ന ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതായത് നമ്മൾ സ്വയം അത് ഒരുപാട് ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ഒന്നും എഴുതാതെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ പെരിമീറ്റർ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് പെരിമീറ്ററായും മറ്റേ സൈഡ് ഹൈറ്റായിട്ടും വരുന്നൊരു സിലിണ്ടർ, ഒരു സൈഡ് ഈ വലിയ സൈഡ് ഹൈറ്റായിട്ടും ചെറിയ സൈഡ് പെരിമീറ്ററായിട്ടും വരുന്നത്, പിന്നെ വലിയ സൈഡ് പെരിമീറ്ററായും ചെറിയ സൈഡ് ഹൈറ്റായിട്ടും വരുന്നത്. ഈ രണ്ട് കേസുകളും കമ്പയർ ചെയ്തിട്ട് രണ്ടിൽ നിന്ന് റേഡിയസ് എടുത്ത് ഏരിയ വോളിയം കണ്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകൾ മുകളിൽ എഴുതിയിരിക്കുന്നു, 16 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകൾ താഴെ എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു രൂപം അത് എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് കൂട്ടിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സല്ല. ഇവിടെ 1 മുതൽ 15 വരെ 15 എണ്ണം ഉണ്ടാവും. അത് ക്രമത്തിലുള്ള എണ്ണൽ സംഖ്യകളാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക അരിത്തമാറ്റിക് സീക്വൻസിലാണ്, ഒന്ന് കൂടി വരുന്നൊരു സീക്വൻസിലാണ്. അങ്ങനെയാണെങ്കിൽ 15 എണ്ണം ഉണ്ടെങ്കിൽ 8ാമത്തെ ആയിരിക്കും നടുവിൽ വരുന്നത്. ഓക്കെ, ഇവിടെയാണെങ്കിൽ 23ാമത്തെ ആയിരിക്കും നടുവിൽ വരുന്നത്. നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ആ പ്രോപ്പർട്ടി അനുസരിച്ച് മുകളിലുള്ള സം കാണണമെങ്കിൽ നടുവിലുള്ള നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ താഴെയുള്ളതിൻ്റെ സം കാണണമെങ്കിൽ അതിൻ്റെ നടുവിലുള്ളത് ഇൻറ്റു 15 അവിടെയുമുണ്ട്. അപ്പോൾ 8/23 എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എ കാർ ട്രാവൽസ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 48 km/h and the next half with a speed of 60 km/h. What is the average speed of the car? ഇവിടെ ഇതൊരു ഫിസിക്സിലുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് എന്നിവയായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ പറയുന്നത് ഈ 40-ൻ്റെയും 60-ൻ്റെയും ആവറേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40ഉം 60ഉം കൂടി കൂട്ടി പകുതി എടുത്ത് കിട്ടുന്ന 50ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ധരിക്കും ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന്. അതല്ല ഇത് ആൻസർ. സ്പീഡുകളുടെ ആവറേജ് കാണുന്ന ചോദ്യമല്ല ഇത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പീഡുകളുടെ ആവറേജ് കാണുന്ന ചോദ്യമല്ല. ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നൊരു ഫിസിക്കൽ കോൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. whenever a body moves along a line or along a path, average speed is the ratio of total distance traveled by the body or the object with the total time.
ആകെ സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് സ്പീഡുകളുടെ ആവറേജ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ ദൂരം ബൈ സമയം, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് ഇവിടെ സഞ്ചരിക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്, ദ ബോഡി ട്രാവൽസ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h and the next half with a speed of 60 km/h. ആദ്യ ഭാഗം 40-ലും പിന്നീട് ഭാഗം 60-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്തെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസിനെ സിംപ്ലിഫിക്കേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി 2x എന്ന് എടുക്കാം. അപ്പോൾ ആദ്യ ഭാഗം എന്ന് പറയുന്ന എക്സും അടുത്ത പകുതി എന്ന് പറഞ്ഞാൽ ഇതുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ആദ്യ പാർട്ട് സഞ്ചരിക്കാനെടുത്ത സമയം എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ബേസിക്കായ കൺസെപ്റ്റാണുള്ളത്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതനുസരിച്ച് നമുക്ക് ടൈം കിട്ടാനായിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ജേർണി ദ ഡിസ്റ്റൻസ് ഈസ് എക്സ് ആൻഡ് സ്പീഡ് ഈസ് 40. Therefore, this is the first time for the first half, and this is the time for second half. Appo what is the total distance? X by 40 plus x by 60. But total time is x by 40 plus x by 60. അപ്പോൾ ആവറേജ് സ്പീഡാണ് നമുക്ക് വേണ്ടത്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു total distance by total time. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഒക്കെ പുറത്ത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48 km/h എന്നായിരിക്കും. അതായത് 50 അല്ല, ആവറേജ് സ്പീഡ് ഈസ് 48 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഷേപ്പിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ദിസ് ഈസ് എ റെക്റ്റാങ്കിൾ. എ സ്മോൾ റെക്റ്റാങ്കിൾ ഈസ് റിമൂവ്ഡ് ഫ്രം എ കോർണർ. ഇപ്പം ഞാൻ ഈ വരക്കുന്ന റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ഈ റെക്റ്റാങ്കിൾ റിമൂവ് ചെയ്തേക്കണേണ് ഇവിടെ നിന്ന്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ പെരിമീറ്ററാണ് 60. ഇത് റിമൂവ് ചെയ്തില്ലായിരുന്നെങ്കിലും പെരിമീറ്റർ 60 തന്നെ ആയിരിക്കും. അതായത് ഇങ്ങനെ ആയിരുന്നെങ്കിലും പെരിമീറ്റർ 60 തന്നെ ആയിരിക്കും. ഈ 6 ഇവിടെയും ഉണ്ടാവും, ഈ കാണുന്ന ഭാഗം ഇവിടെയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഷേപ്പിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാത്ത റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററാണ്. അങ്ങനെയെങ്കിൽ ഇതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇത് 6, ഈ അടയാളപ്പെടുത്തുന്ന ഭാഗം 6 ആണ്, ഇത് 18 ആണ്. എങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 18 - 6 എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, 18 - 6 എന്ന് പറയുന്നത് 12 ആണ്. അതൊക്കെ. ഇനി അടുത്ത ചിന്ത എന്ന് പറയുന്നത് പെരിമീറ്റർ എത്ര? പെരിമീറ്റർ 60. ഷേപ്പിൻ്റെ പെരിമീറ്റർ 60 ആണെങ്കിൽ ഈ ലെങ്ത്തും ഈ ബ്രെഡ്ത്തും കൂടി കൂട്ടുന്നത് 30 ആയിരിക്കും. അതായത് 18 പ്ലസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ദിസ് ഡിസ്റ്റൻസ് ഈസ് 4. അപ്പോൾ ഇത് 4 ആണ് അല്ലേ? 4. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വീതി എത്രയായിരിക്കും? 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഫുൾ റെക്റ്റാങ്കിളിൻ്റെ റിമൂവ് ചെയ്യാത്ത റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 18 × 12 എന്നായിരിക്കും. അതിൽ നിന്ന് ഈ 6, 4 എന്ന് പറയുന്ന 6 × 4 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അത് 192 എന്നായിരിക്കും കിട്ടുന്നത്. അതായിരിക്കും ആ ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അത് ചെയ്ത് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റുഡൻസ് എബിലിറ്റി ടു അപ്ലൈ ദ കോൺസെപ്റ്റ് ഓഫ് സ്ക്വയർ റൂട്ട് ടു റിയൽ ലൈഫ് ക്യാൻ ബി അസസ്ഡ് ത്രൂ ദ ഫോളോയിങ് പ്രോബ്ലം. സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട റിയൽ ലൈഫിൽ സ്ക്വയർ റൂട്ടിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. ഈ 4 ആ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട സ്ക്വയർ റൂട്ട് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഫൈൻഡ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ ഇങ്ങനെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ തന്നിരിക്കുന്നു. കണ്ടോ, ഇത് മറ്റൊരു സെൻറ്റൻസ് തന്നിരിക്കുന്നു. പക്ഷേ ഇത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയാൽ ഇതാണ് റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് സ്ക്വയർ റൂട്ടിൻ്റെ ബന്ധം എന്ന് മനസ്സിലാക്കാൻ പറ്റും. 2025 plants are to be planted in a garden in such a way that each row contains as many plants as the number of rows. റോസിൻ്റെ എണ്ണവും റോസിലെ പ്ലാന്റ്സിൻ്റെ എണ്ണവും വരികളുടെ എണ്ണവും ഓരോ വരിയിലുമുള്ള ചെടികളുടെ എണ്ണവും തുല്യമാണെങ്കിൽ ദാറ്റ് വിൽ ബി എ സ്ക്വയർ. ഉണ്ടോ? ഫൈൻഡ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോ. ഈ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ഡെയിലി ലൈഫിലുള്ള കറക്റ്റ് ആപ്ലിക്കേഷനായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ബാക്കിയുള്ളതൊക്കെ പ്യൂർലി അരിത്തമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഡെയിലി ലൈഫിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് സ്ക്വയർ റൂട്ടിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് 4 ഈക്വൽ റെക്റ്റാങ്കിൾസ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഒരു റെക്റ്റാങ്കിൾ. അങ്ങനെ 4 ഒരേപോലുള്ള റെക്റ്റാങ്കിളുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്വയറാണ് ഈ കാണുന്നത്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 20. ഇപ്പം ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ 20 ആണ്. ഈ കാണുന്ന ഒരു റെക്റ്റാങ്കിളാണ് ഈ കാണുന്നതെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ 20 ആണ്. ഈ ഒരു റെക്റ്റാങ്കിൾ ഈ വരച്ചിരിക്കുന്നു. ഇതാണ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ 10 ആണ്. ആ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് ഇത് ഇവിടെ വരുന്നത്. ഇത് ബ്രെഡ്ത്തും ഇത് ലെങ്ത്തുമായിട്ട് വരുന്നു. അപ്പോൾ ഈ ദൂരം 10 ആണ്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ 100 എന്ന് പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ആൻ ഇലക്ട്രോണിക് ഡിവൈസ് മേക്ക് ബീപ്പ് ഇൻ എവറി 1 minute. Another device make beep sound in every 62 seconds. They made sound together at 10 o'clock. 2 ഡിവൈസസ്, ഒരു ഡിവൈസ് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും, അതായത് 60 സെക്കൻഡ് കഴിയുമ്പോഴും സ്വരം ഉണ്ടാക്കുന്നു. മറ്റത് 62 സെക്കൻഡ് കഴിയുമ്പോഴാണ് സ്വരം ഉണ്ടാക്കുന്നത്. രണ്ടും ഒപ്പം 10 മണിക്ക് സ്വരം ഉണ്ടാക്കിയാൽ അടുത്തതായി സ്വരം ഉണ്ടാക്കുന്നത് 10:31 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിലേക്ക് നമുക്കെത്താം. ഒരു 2 സീക്വൻസുകൾ എഴുതിയാൽ മറ്റൊരു തരത്തിൽ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു സീക്വൻസായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ 10 മണിക്ക് രണ്ടും സ്വരം ഉണ്ടാക്കും. പിന്നെ രണ്ടും സ്വരം ഉണ്ടാക്കുന്നത് ആദ്യത്തെ 10:01:00 അടുത്തത് സ്വരം ഉണ്ടാക്കുന്നത് 10:01:02 ആദ്യത്തത് ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുന്നത് 10:02:00 ഓരോ മിനിറ്റ് കഴിയുമ്പോഴും. മറ്റത് 10:02:04 2 സെക്കൻഡും കൂടി കൂടുതലായിരിക്കുമല്ലോ. ഇങ്ങനെ നോക്കിയാൽ 10:30:00 10:30:60 സ്വരം ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ഇത് 10:31 കണ്ടോ, 10:31 ഇവിടെ രണ്ടും ഒപ്പം സ്വരം ഉണ്ടാക്കുന്ന സമയമെന്ന് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇത് 10:31 10:30:60 എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ട് 30 മിനിറ്റും 60 സെക്കൻഡും 10:31 10:31 ആദ്യത്തെ സ്വരം ഉണ്ടാക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സെൻട്രോയിഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ, അതാണ് ബന്ധം. ഒരു
ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് കാണണം. സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരു സിമിലാരിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഒരു പ്രത്യേക പ്രോസസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടാൻ നമുക്കറിയാം x1 y1 x2 y2 and x3 y3 are the vertices. Centroid is x1 plus x2 plus x3 by 3 y1 plus y2 plus y3 by 3 എന്നെടുക്കാം. അപ്പോൾ ഇവിടെ 0 plus 6 plus 0 by 3. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന ആൻസർ കൃത്യമായിട്ട് കിട്ടും. മറ്റ് നമ്മളുടെ പാഠപുസ്തകത്തിലെ സ്കൂൾ മാത്തമാറ്റിക്സിൽ ചെയ്യുന്ന 10ാം ക്ലാസ്സിലെ ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണല്ലോ, അത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് എളുപ്പത്തിൽ ഉത്തരം കിട്ടണമെങ്കിൽ ഇത് തന്നെയാണ് നല്ലത്. മറ്റതെങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം വേഗം കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 2 റെക്റ്റാങ്കിൾസ്, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ, ഇതൊരു റെക്റ്റാങ്കിൾ 7-3 എന്ന റെക്റ്റാങ്കിളും 7-3 എന്ന് പറയുന്ന മറ്റൊരു റെക്റ്റാങ്കിളും ഇതുപോലെ വെച്ചിരിക്കുകയാണ്. ചിത്രത്തിൽ കാണുന്ന തരത്തിൽ റെക്റ്റാങ്കിൾസിന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഒരു റോംബസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഈ ഭാഗത്തിൻ്റെ ഒരു സൈഡ് എക്സ് ആണ് എന്ന് കരുതുക. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ നീളം 7 ആയതുകൊണ്ട് ഇത് 7 - x ആണ്, 7 - x. അപ്പോൾ ഇതും എക്സ് ആണെന്ന് വ്യക്തമാണല്ലോ, റോംബസ് ആണ്. അപ്പോൾ ഇതാണെങ്കിൽ 3 ആണ്. ഇവിടെ ഒരു പൈതഗോറസ് തിയറം ഉണ്ട്. അവിടെ നമുക്ക് x² = 7 - x all squared plus 3 squared. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x = 29/7 എന്ന് കിട്ടും. x = 29/7 എന്ന് കിട്ടും. അപ്പോൾ ഈ നീളം 20/7ഉം ഈ അകലം 3ഉമാണ്. ഇപ്പോൾ ഈ റോംബസിൻ്റെ ഏരിയ ബേസിക്കലി ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഏരിയ = 29/7 ഒരു സൈഡ് ഇൻറ്റു 2 പാരലൽ സൈഡുകൾ തമ്മിലുള്ള അകലം. നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 87/7 എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. ഇതാണ്. ഓക്കെ, നന്ദി.